നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും നവംബർ 24 നടക്കും. ATUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്ര പ്രസിദ്ധമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ദർശനം ഭക്തിസാന്ദ്രം. ശിവ പഞ്ചാക്ഷരി മന്ത്രധ്വനിയിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ അനേകായിരങ്ങൾ അഷ്ടമി തൊഴുത് പുണ്യം നേടി. വൈക്കം ക്ഷേത്രം ഭക്തിസാന്ദ്രം. CPIM അരൂർ ഏരിയ സമ്മേളനം നവംബർ 24-25 തീയതികളിൽ പൊന്നാമ്പള്ളിയിൽ നടക്കും. 25-ന് മന്ത്രി സജി ചെറിയാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉൽപാദനം കുറഞ്ഞ പ്രതിസന്ധിയിലായ പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിൽ KC വേണുഗോപാൽ MP സന്ദർശനം നടത്തി. തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് MP. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പും ഏകദിന സെമിനാറും 24-ന് നടക്കും. KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും നാളെ 24-ന് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വെച്ച് നടക്കുകയാണ്. ക്യാമ്പ് രാവിലെ ATUCയുടെ സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ശില്പശാല മുൻ കയർ സഹകരണ പൊതുമരാമത്ത് മന്ത്രി കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും നവംബർ 24-ന് തൃശൂർ MIT ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24-ന് നടക്കുന്ന സംസ്ഥാന ക്യാമ്പ് ATUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന ശില്പശാല മുൻ കയർ സഹകരണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. കയർ തൊഴിലാളി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP കമലാധരൻ മോഡറേറ്ററാകും. ഉച്ചയ്ക്ക് ശേഷം കയർ മേഖലയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ചർച്ചകളും നടക്കും. ജനറൽ സെക്രട്ടറി PV സത്യനേശൻ, സെക്രട്ടറി S പ്രകാശൻ, ATUC ജില്ലാ സെക്രട്ടറി DP മാധു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. CPIM ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി B വിനോദിനെ വീണ്ടും തെരഞ്ഞെടുത്തു. 20-അംഗ ലോക്കൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. CPIM ചേർത്തല ഏരിയ സമ്മേളനത്തിന് സമാപനമായി B വിനോദിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പാണവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ K രാജപ്പൻ നായർ നഗറിൽ 2 ദിവസങ്ങളായിട്ടാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ സെക്രട്ടറി R നാസർ, G വേണുഗോപാൽ, PP ചിത്തരഞ്ജൻ MLA, അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ, അഡ്വക്കേറ്റ് M മാരിഫ്, NR ബാബുരാജ്, P ഷാജി മോഹൻ, IS സാബു, PM പ്രമോദ്, PG മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഏരിയ സെക്രട്ടറി B വിനോദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചവരെ പ്രതിനിധി സമ്മേളനം തുടർന്നു. ഏരിയ സെക്രട്ടറിയായി B വിനോദിനെ തെരഞ്ഞെടുത്തു. 20-അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. തൃച്ചാറ്റുകുളം ലോക്കൽ സെക്രട്ടറി BA അനീഷിനെ പുതുതായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഒരാളെ പിന്നീട് ഉൾപ്പെടുത്താനും തീരുമാനിച്ചു. K രാജപ്പൻ നായരുടെ മരണത്തെ തുടർന്ന് നേരത്തെ B വിനോദിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു. വൈകിട്ട് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ നിന്നും ചുവപ്പ് സേന മാർച്ചും ബഹുജന റാലിയും ആരംഭിച്ചു. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. പൂച്ചാക്കൽ ടൗണിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി R നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ G വേണുഗോപാൽ, അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് M മാരിഫ്, NR ബാബുരാജ്, ഏരിയ സെക്രട്ടറി B വിനോദ്, ദലീമ ജോജോ MLA, PM പ്രമോദ്, PG മുരളീധരൻ, P ഷാജിമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശസ്തമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ദർശനം ഭക്തിസാന്ദ്രമായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. അഷ്ടമി കണ്ട് പുണ്യം നേടി ഭക്തർ. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ദർശനം ഭക്തിസാന്ദ്രമായി. വെള്ളിയാഴ്ച വൈകിട്ട് കാഴ്ച ശ്രീബലിയെ തുടർന്ന് പ്രശസ്ത ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയും സംഘവും അവതരിപ്പിച്ച നൃത്തങ്ങൾ രാത്രി 9:30-ന് മാൻഡലിൻ കച്ചേരി, ശനിയാഴ്ച പുലർച്ചെ 4:30 മുതൽ പ്രശസ്തമായ അഷ്ടമി ദർശനം എന്നിവ നടന്നു. അഷ്ടമി കണ്ടു തൊഴാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്.
9 മണിക്ക് നാസുര കച്ചേരി, ഉച്ചയ്ക്ക് ശേഷം 3-ന് ഭക്തിഗാന മഞ്ജരി, 4-ന് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീത സദസ്സ്, വൈകിട്ട് 6-ന് ഹിന്ദുമത കൺവെൻഷൻ തുടങ്ങിയവ നടന്നു. 24-ന് പുലർച്ചെയാണ് അഷ്ടമി വിളക്കും ഉദയനാപുരത്തപ്പൻ്റെ യാത്രയപ്പ് ചടങ്ങും. ടൈനൂസ് വൈക്കം. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വർണ്ണോത്സവം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കായംകുളത്ത് നറുക്കെടുപ്പ് നടന്നു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സ്വർണ്ണോത്സവം 2024-ന്റെ കായംകുളം യൂണിറ്റ് തല നറുക്കെടുപ്പ് നടന്നു. കായംകുളം ബ്രൂഫിയ കോൺഫറൻസ് ഹാളിൽ നടന്ന യൂണിറ്റ് തല നറുക്കെടുപ്പ് ഡിവൈഎസ്പി ബാബുക്കുട്ടൻ നിർവഹിച്ചു. രണ്ടാമത് ഭാഗ്യശാലി ആരാണെന്ന് അറിയാൻ പോവുകയാണ്. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ 2024 സ്വർണ്ണോത്സവത്തിൻ്റെ കായംകുളം യൂണിറ്റിൻ്റെ നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. എന്നെ ക്ഷണിച്ചതിനും നിങ്ങളുടെ കായംകുളം യൂണിറ്റിലെ എല്ലാ പ്രവർത്തകരോടും ഞാൻ വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇത് വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള നറുക്കെടുപ്പുകളിലൂടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സ്വർണം വാങ്ങുന്ന ഉപഭോക്താക്കൾക്കും ഗുണകരമായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അങ്ങനെ കേരളത്തിലെ സ്വർണ്ണാഭരണ ശാലകളിൽ നടത്തിയ നറുക്കെടുപ്പിൽ ഏകദേശം 15 ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത്. നല്ലൊരു പങ്ക് നികുതി ഈ വഴി സർക്കാരിലേക്ക് അടയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ സ്വർണ്ണമാണ് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപകരിക്കുന്ന ഒരു മെറ്റലാണെന്നുള്ള വിവരം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. യൂണിറ്റ് പ്രസിഡന്റ് HM ഹുസൈൻ, ജനറൽ സെക്രട്ടറി S സക്കീർ ഹുസൈൻ, കോയിക്കൽ മിഥുൻ, ശ്രീധർ, ഷാനവാസ് മംഗല്യ, അയ്യപ്പൻ കൈപ്പള്ളി, അലങ്കാർ സത്താർ എന്നിവർ പങ്കെടുത്തു. കോയിക്കൽ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ നിന്നും വിഘ്നേശ്വര ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ടിക്കറ്റുകൾക്കാണ് സമ്മാനം ലഭിച്ചത്. ടൈനൂസ് ആലപ്പുഴ. ഉൽപാദനം കുറഞ്ഞ പ്രതിസന്ധിയിലായ പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിൽ KC വേണുഗോപാൽ MP സന്ദർശനം നടത്തി. തൊഴിൽ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുമെന്ന് MP. ചേർത്തല പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറി KC വേണുഗോപാൽ MP സന്ദർശിച്ചു. കഴിഞ്ഞ 36 വർഷമായി മിൽമ കാലിത്തീറ്റ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചിട്ട് ദിനംപ്രതി 350 മെട്രിക് ടൺ കാലിത്തീറ്റ ഉൽപാദന ശേഷിയുണ്ട് ഈ ഫാക്ടറിക്ക്. 6000 ചാക്ക് കാലിത്തീറ്റ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തിരുന്ന ഫാക്ടറി ഇന്ന് കേവലം 1000 ചാക്ക് കാലിത്തീറ്റയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. തൊഴിലാളികൾ കടുത്ത പട്ടിണിയിലും പ്രതിഷേധത്തിലുമാണ്. ഇതൊരു നല്ല രീതിയിൽ 36 വർഷക്കാലമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രതിദിനം 5000-6000 ടണ്ണോളം ഒരു പ്രതിമാസം ഉൽപ്പാദനം ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ ഏകദേശം 2000 ടൺ ഒരു മാസം പ്രൊഡക്ഷനായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതായത് നല്ല കാലിത്തീറ്റ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്ത് അതായത് ക്ഷീരകർഷകരെ ഉന്നമനം ലക്ഷ്യമാക്കി തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ആ മേഖലയിൽ നിന്നും വളരെ മാറി വേറൊരു രീതിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെ അടച്ചു പൂട്ടുക എന്നുള്ളൊരു എന്തോ ഒരു സ്വകാര്യ കമ്പനികളെ രക്ഷിക്കാൻ വേണ്ടി മാനേജ്മെൻറ്റും ഫെഡറേഷനൊക്കെ നടത്തുന്ന ഒരു നീക്കമാണെന്ന് ഇതിൻ്റെ പിന്നിലെന്ന് വേണം കരുതാൻ. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഫാക്ടറിയെ പഴയ നിലയിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കയറ്റിറക്കിയ തൊഴിലാളികൾ 24 ദിവസത്തോളം സമരം നടത്തിയിരുന്നു. വലിയ സ്വീകാര്യതയായിരുന്നു തൊഴിലാളികളുടെ സമരത്തിന് പൊതുസമൂഹം നൽകിയത്. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും മന്ത്രിയും ഉൾപ്പെടെ ഫാക്ടറിയിലെത്തി തൊഴിലാളികളുമായി പ്രശ്നം ചർച്ച ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് മന്ത്രി ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ 30 ദിവസത്തിനകം പ്രശ്നം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ധാരണയായിരുന്നു. റിപ്പോർട്ട് നൽകിയെങ്കിലും 1 ഇഞ്ച് പോലും ഫലം കണ്ടില്ല. വീണ്ടും പ്രശ്നപരിഹാരമുണ്ടാക്കാൻ തൊഴിലാളികൾ 2ാം ഘട്ട സമരത്തിനൊരുങ്ങുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ഫാക്ടറിയിലെത്തിയ MP KC വേണുഗോപാൽ തൊഴിലാളികളുമായി ചർച്ച നടത്തി. പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MP പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കളായ അസീസ് പായ്ക്കാട്, K ഉമേശൻ, KR രാജേന്ദ്രപ്രസാദ്, CK പുഷ്പൻ, VN അജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ടൈനൂസ് തുറവൂർ. CPM അരൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കിടപ്പ് രോഗികൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നടന്നു. CPM അരൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു.
അരൂർ ഏരിയയിലെ കിടപ്പ് രോഗികൾക്കാണ് കിറ്റുകൾ നൽകിയത്. അരൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് എം ആരിഫ് XMPയും ദലീമ ജോജോ MLAയും ചേർന്ന് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള അരൂർ ഏരിയ സമ്മേളനം 24-25 തീയതികളിലായി പൊന്നാമ്പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. പ്രതിനിധി സമ്മേളനത്തിന് പുറമെ വമ്പിച്ച ബഹുജന റാലിയും വോളണ്ടിയർ പരേഡും ഉൾപ്പെടെയുള്ള പരിപാടികളോടുകൂടിയാണ് സമ്മേളനം നടക്കുന്നത്. ബഹുമുഖ പരിപാടികളെല്ലാം ഇതിനോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു കഴിഞ്ഞു. എന്നാൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ്. CPIMന്റെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ നേതൃത്വം നൽകുന്ന സഖാവ് NB ഷിബു ചെയർമാനായും സഖാവ് സലാം മാസ്റ്റർ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത CPIMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അംഗം അഡ്വക്കേറ്റ് മനു പുളിക്കൽ, അരൂർ ഏരിയ സെക്രട്ടറി സഖാവ് PK സാബു, സഖാവ് NB ഷിബു, സഖാവ് ദലീമ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഈ ഭക്ഷ്യ കിറ്റ് വിതരണം നിർവഹിച്ചത്. അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന സാന്ത്വന പരിപാടി രംഗത്ത് വളരെ ശ്രദ്ധേയമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് മനു പുളിക്കൽ, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് NB ഷിബു, അരൂർ ഏരിയ സെക്രട്ടറി PK സാബു, അനിത സോമൻ, R ജീവൻ, CT വിനോദ്, VK സൂരജ്, കവിത കണ്ണൻ, മഞ്ജു രാമനാഥൻ, നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. കേരള യൂണിവേഴ്സിറ്റി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കിരീടം SNC കൊല്ലത്തിനും വർക്കലയ്ക്കും ലഭിച്ചു. കേരള യൂണിവേഴ്സിറ്റി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം SNC കൊല്ലത്തിനും വർക്കലയ്ക്കും ലഭിച്ചു. കായംകുളം MSM കോളേജിൽ വെച്ച് നടന്ന കേരള യൂണിവേഴ്സിറ്റി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 50ഓളം ടീമുകളാണ് പങ്കെടുത്തത്. പുരുഷ വിഭാഗത്തിൽ 1ാം സ്ഥാനം SN കോളേജ് കൊല്ലം കരസ്ഥമാക്കി. 2ാം സ്ഥാനം LNCPE കാര്യവട്ടവും 3ാം സ്ഥാനം മരിയൻ കോളേജ് മീനംകുളവും കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ SN കോളേജ് വർക്കല 1ാം സ്ഥാനവും SN കോളേജ് കൊല്ലം 2ാം സ്ഥാനവും 3ാം സ്ഥാനം ഗവൺമെൻറ് കോളേജ് ആറ്റിങ്ങലും കരസ്ഥമാക്കി. മത്സരം കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ മനോജ് TR ഉദ്ഘാടനം ചെയ്തു. മെൻ വിമൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് MSM കോളേജിൽ വെച്ച് നടക്കുകയാണ്. തുടർച്ചയായി MSM കോളേജ് ഇതുപോലെയുള്ള ചാമ്പ്യൻഷിപ്പിന് ഇപ്പോൾ വേദിയാവുകയാണ്. ഒരു മാസക്കാലം മുമ്പ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ്, അതിൽ ജേതാക്കളായതും MSM കോളേജാണ്. അതിനുമുമ്പ് ടഗ് ഓഫ് വാർ മത്സരം, ഇൻ്റർ കോളേജിയേറ്റ്, അങ്ങനെ നിരവധിയായിട്ടുള്ള മത്സരങ്ങൾ, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള മത്സരങ്ങൾ നമ്മുടെ MSM കോളേജിൽ വച്ച് ഈ പരിമിതമായിട്ടുള്ള സൗകര്യത്തിൻ്റെ ഇടയിലും വളരെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട്. ഇതിനെല്ലാം പരിശ്രമകരമായിട്ട്, ഇതിനെല്ലാം പ്രചോദനകരമായിട്ട് നിൽക്കുന്നത് MSM കോളേജിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മേധാവി ഡോക്ടർ അൻസാരിയുടെയും ഏറ്റവും മികവുറ്റ പ്രവർത്തനങ്ങളാണ് ഇത്തരം മത്സരങ്ങൾക്ക് നമ്മൾ വേദിയാകുന്നതും ഒപ്പം തന്നെ നിരവധിയായ സമ്മാനങ്ങൾ നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നതും. എല്ലാ കുട്ടികളും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ അധ്യക്ഷനായി. ഡോക്ടർ അൻസാരി സ്വാഗതം പറഞ്ഞു. ഹർഷ വിശ്വനാഥ്, അബ്ദുൽ കലാം ആസാദ്, ഹരിരാജ്, മർഫിൻ അബ്ദുൽ കരീം, കോളേജ് ടീം കോച്ച് മുഹമ്മദ് അലി, ബോക്സിംഗ് അക്കാദമി കോച്ച് സബ്ഡർ എന്നിവർ സംസാരിച്ചു. ഫസീൽ ഷാജി നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. SNDP ചേർത്തല യൂണിയൻ മേഖലാ കമ്മിറ്റിയിലെ ശാഖായോഗം ഭാരവാഹികളുടെ യോഗം നടന്നു. അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ചേർത്തല യൂണിയൻ ചേർത്തല മേഖലാ കമ്മിറ്റിയിലെ ശാഖായോഗം ഭാരവാഹികളുടെ യോഗം നടന്നു. ചേർത്തല SNDP യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഈ ചേർത്തലയിലെ മേഖലയിലെ 45 ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാര് ഈ മീറ്റിംഗിനെ കാണാൻ, അതുകൊണ്ട് തന്നെയാണ് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞത്. മീറ്റിംഗുകൾ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും പിന്നോട്ട് മാറ്റാനോ മാറ്റി നിർത്താനോ ഒന്നുമല്ല, പകരം സംഘടനാ ശേഷി ബലപ്പെടണമെങ്കിൽ സാമൂഹികമായിട്ട് നമ്മൾ താഴെത്തട്ടിൽ ഇടപെടണം. ആ ഇടപെടലുകള് സമുദായത്തിന്റെ അംഗങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അതിന് ഒരുപാട് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം നമ്മൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുവാനായിട്ട് അതിനു വേണ്ട ശ്രമം നടത്തണം. നമ്മൾ ആ രീതിയിലേക്ക് എത്തിപ്പെടണം. ചെയർമാൻ KP നടരാജൻ അധ്യക്ഷനായി. വൈസ് ചെയർമാൻ PG രവീന്ദ്രൻ അഞ്ജലി, ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ദീവരം, ശോഭിനി രവീന്ദ്രൻ, മനോജ് മാവുങ്കൽ എന്നിവർ സംസാരിച്ചു. കൺവീനർ PD ഗഗാരൻ സ്വാഗതവും കമ്മിറ്റി അംഗം രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല.
ആലപ്പുഴ ജില്ലാ കരാട്ടെ അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കരാട്ടെ അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ 44ാമത് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും അർജുന അവാർഡ് ജേതാവുമായ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എല്ലാവരും പരിശീലനം നടത്തണം. നിങ്ങളെ പരിശീലനം നടത്തുന്ന ഒരു തമാശയായിട്ട് ഇതിനെ കൊണ്ടുപോകരുത്. നമ്മളിപ്പോൾ ബേസ് തുടങ്ങിയിരിക്കുന്ന ഒരു 8 വയസ്സുള്ള കുട്ടി പരിശീലനം ആരംഭിച്ചിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യണം. നമുക്കൊരു തമാശയ്ക്ക് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒക്കെ നിൽക്കുകയല്ല വേണ്ടത്. നമുക്കൊരു എയിം ഉണ്ടാകും, നമുക്കൊരു ലക്ഷ്യമുണ്ടാകും. എന്താണ് ലക്ഷ്യം? നമുക്ക് വിജയത്തിൽ എത്തിച്ചേരണമെന്നുള്ള ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകും. വിജയത്തിൽ എത്തിച്ചേരണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്ത് ചെയ്യണം? നമ്മൾ കളിക്കുന്ന ആ കളിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രം പോരാ, നമുക്കതിലെ കഠിനമായ പരിശീലനം ആവശ്യമാണ്. ക്ഷമയോടും സത്യസന്ധതയോടും നിങ്ങൾ ആത്മാർത്ഥമായി പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിജയത്തിൽ എത്തിച്ചേരാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക്. അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രശേഖര പണിക്കർ അധ്യക്ഷനായി. ചേർത്തല SNDP യൂണിയൻ ഓഫീസിന് സമീപം നടന്ന മത്സരങ്ങളിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സബ് ജൂനിയർ, കേഡറ്റ്, ജൂനിയർ, സീനിയർ, അണ്ടർ 21 എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജനറൽ സെക്രട്ടറി രാജേഷ് റാവു, വൈസ് പ്രസിഡന്റ് V വിനോദ്, V സമ്പത്ത്, M സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈനൂസ് ചേർത്തല. ചേർത്തലയിൽ പട്ടാള ഉദ്യോഗസ്ഥരുടെ ഷൂട്ടിംഗ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ചേർത്തലയിൽ പട്ടാള ഉദ്യോഗസ്ഥരുടെ ഷൂട്ടിംഗ് പരിശീലനം സംഘടിപ്പിച്ചു. ചേർത്തല റൈഫിൾസ് ക്ലബ്ബിലായിരുന്നു പരിശീലനം. ആലപ്പുഴ ജില്ലാ പട്ടാള ഉദ്യോഗസ്ഥർ റൈഫിൾ ക്ലബ്ബിൽ ഷൂട്ടിംഗ് പരിശീലനം നടത്തി. കേണൽ ജോയ് ജോസഫും ജില്ലാ റൈഫിൾ അസോസിയേഷൻ ലൈഫ് മെമ്പറുമായ റിട്ടയർഡ് മേജർ രഘുനാഥും ചേർന്ന ഷൂട്ടിംഗ് പരിശീലനത്തിന് നേതൃത്വം നൽകി. ആലപ്പുഴ ജില്ലാ റൈഫിൾ ക്ലബ്ബ് സെക്രട്ടറിയും സ്റ്റേറ്റ് റൈഫിൾസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ കിരൺ മാർഷൽ സ്വാഗതം ആശംസിച്ചു. DK ഹാരിഷ്, AC വിനോദ് കുമാർ, AC ശാന്തകുമാർ, P മഹാദേവൻ, അവിരാത്തരകൻ, S ജോയ്, VS കണ്ണൻ, ഡേവിസ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. 11 കേരള ബറ്റാലിയൻ NCCയുടെ ആനുവൽ ഫയറിംഗ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്നിവിടെ റൈഫിൾസ് അസോസിയേഷൻ ആലപ്പുഴയുടെ ഈ റേഞ്ചിൽ ഫയറിംഗ് പ്രാക്ടീസിന് വേണ്ടി ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ ഇൻസാസ് ഫയറിങ്, കേഡറ്റ്സിന് ഇൻസാസ് ഫയറിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊരു ഡെമോൺസ്ട്രേഷൻ കൂടെ കൊടുക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി സീനിയർ കേഡറ്റ്സ് ആയിട്ടുള്ള SD കേഡറ്റ്സിനെ, SW കേഡറ്റ്സിനെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫയറിംഗ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ മെയിൻ പർപ്പസ്. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും നവംബർ 24 നടക്കും. ATC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്ര പ്രസിദ്ധമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ദർശനം ഭക്തിസാന്ദ്രം. ശിവ പഞ്ചാക്ഷരി മന്ത്രധ്വനിയിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ അനേകായിരങ്ങൾ അഷ്ടമി തൊഴുത് പുണ്യം നേടി. വൈക്കം ക്ഷേത്രം ഭക്തിസാന്ദ്രം. CPIM അരൂർ ഏരിയ സമ്മേളനം നവംബർ 24-25 തീയതികളിൽ പൊന്നാമ്പള്ളിയിൽ നടക്കും. 25-ന് മന്ത്രി സജി ചെറിയാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉൽപാദനം കുറഞ്ഞ പ്രതിസന്ധിയിലായ പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിൽ KC വേണുഗോപാൽ MP സന്ദർശനം നടത്തി. തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന MP. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.